ഹലോ, മൈനാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഓണം ഇഞ്ഞടുത്തില്ലേ? അപ്പം നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കിയാലോ? ഓണത്തിന് പച്ചടി പ്രധാനമല്ലേ? ഇന്നിപ്പം പച്ചടി ഉണ്ടാക്കിയാലോ? ഇതേ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. വളരെ ഈസിയാണ് നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റെഡിയല്ലേ? ഒരു മീഡിയം വലിപ്പത്തിലുള്ള വെള്ളരിയുടെ ഒരു ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലീനാക്കി വളരെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇങ്ങനെ റൗണ്ടിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുകിയത്. പിന്നെ ഇത്രയും കടുകൊന്നും വേണ്ട. ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/2 കപ്പ് തൈര്. തൈരിന് പകരം നമുക്ക് യോഗട്ട് എടുത്താലും മതി. ഉള്ള തൈരാണെങ്കിൽ കുറച്ച് തൈര് ഉപയോഗിക്കാവൂ. ഇനി കടുക് വറക്കാനുള്ള സാധനങ്ങളാണ്. ഒരു 2 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത്, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് കടുക് വറക്കാനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇതേ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിയും ചെറിയുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് വേവിച്ച് വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അരമുറി തേങ്ങയും 1/4 ടീസ്പൂൺ കടുകും ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വച്ചിരിക്കുന്നതാണിത്. ഇത് ഞാൻ വേവിച്ച് വച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളരിയുടെ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ അരപ്പിട്ട് കൊടുക്കേണ്ടത്. അരപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിക്കണം. ഇങ്ങനെ വെള്ളം മൊത്തം വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ വച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തൈരും യോഗട്ടും നല്ല ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒത്തിരി തൈര് ഒഴിക്കരുത്. ഞാനിങ്ങനെ സ്റ്റൗ ഓഫാക്കിയിട്ടാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. പച്ചടി പിരിഞ്ഞു പോയാൽ ഒരു സ്വാദില്ല. ഇനി കടുക് വറുത്തിട്ട് നമ്മളത് പച്ചടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഓണത്തിനുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും നല്ല സ്വാദുമൊക്കെയുള്ള നല്ലൊരു സൂപ്പർ പച്ചടിയാണ്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.